ورحمة الله وبركاته. الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا، وإن تولوا فإنما هم في شقاق، فسيكفيكهم الله وهو السميع العليم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് മുതൽ വിശ്വാസം അനിവാര്യതയും ആധികാരികതയും എന്ന ഒരു വിഷയം പ്രത്യേകമായി പഠിക്കാൻ വേണ്ടി എല്ലാ മാസവും
രണ്ടാമത്തെ ചൊവ്വാഴ്ചകളിൽ നാം തീരുമാനമെടുത്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിൽ പങ്കെടുത്ത് വിശ്വാസത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധമുള്ളവരായി യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സമയം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം സുഹൃത്ത് ഷാഫി സ്വബാഹിയിലൂടെ തുടങ്ങിയ ഒരു പഠന ക്ലാസ്സിലാണ് ഇന്ന് ഞാൻ നിങ്ങളും എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നാം ഉദ്ദേശിക്കുന്നത് മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അൽ അഖീദത്തു സ്വഹീഹ വമാ യുലാദ്ദുഹ എന്ന ഒരു റിസാലയുമായി ബന്ധപ്പെട്ട്, അഥവാ ശരിയായ വിശ്വാസവും വിശ്വാസ വൈരുദ്ധ്യങ്ങളും എന്ന ഒരു ചെറു കൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൃതിയുടെ തുടക്കം എന്ന നിലക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും അതുപോലെ തന്നെ എന്നെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത് ഈ വിശ്വാസ പഠനത്തിൻ്റെ അഥവാ അഖീദ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി തീർക്കുക എന്നതാണ്. കാരണം ഏതൊരു കാര്യത്തിലേക്ക് നാം ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടാവണം. എന്തിനാണ്? സ്വാഭാവികമായും നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ തിന്മകള്, ആ തിന്മകളെക്കുറിച്ചൊന്നും പറയാതെ എന്താണ് അഖീദയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം പഠിക്കേണ്ടത് എന്നൊക്കെ സ്വാഭാവികമായും ചില സംശയങ്ങൾ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും പഠിക്കാനും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് ഞാനും നിങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഒരല്പസമയം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്
ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതു തന്നെ വിശ്വാസം ആളുകളെ ശരിയാക്കിയെടുക്കാനുള്ള ആ ഒരു വരവ് ആയിരുന്നു എന്നതു തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലോകത്ത് വന്ന എല്ലാ നബിമാരും നിയോഗിക്കപ്പെട്ടത് വിശ്വാസം പഠിപ്പിക്കാനായിരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഒന്നാമത്തെ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം അനിവാര്യത എന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നാം നോക്കിക്കാണേണ്ടത്? അതിന്റെ ഒന്നാമത്തെ കാരണം, ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും വിശ്വാസം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 21 അധ്യായം അതിന്റെ 25 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട സർവ റസൂലുകളും സർവ പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധനക്കർഹനായി ലോകത്തൊരാളും തന്നെയില്ല. അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന ആ ഒരു വിഷയം പഠിപ്പിക്കാനാണ്, അല്ലാഹുവിലുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനാണ് ലോകത്ത് സർവ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത്. അതാണ് ഒന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒന്നാമത്തെ റസൂലല്ലേ? ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാമ കടന്നു വരുന്നത് ആദം നബി അലൈഹിസ്സലാമയുടെ 10ാമത്തെ തലമുറയിലേക്കാണല്ലോ. ആ തലമുറ 10ാമത്തെ തലമുറ വരെ വിശ്വാസപരമായ ഒരു വ്യതിയാനങ്ങളും അവർക്കിടയിലുണ്ടായിട്ടില്ല. അവര് തൗഹീദിന്റെ വക്താക്കളായിരുന്നു, ശിർക്കൻ വിശ്വാസങ്ങളില്ലാത്തവരായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമ വരുന്നത് എപ്പോഴാണ്? അവരിൽ മറ്റു പല തിന്മകളും നടമാടിയിരുന്നു. ആദം നബി അലൈഹിസ്സലാമയുടെ ഒരു മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയില്ലേ? അത് വിശുദ്ധ ഖുർആന് പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് അവരിലേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നില്ല. പിന്നെ എപ്പോഴാ പ്രവാചകനായി വരുന്നത്? ആ സമുദായം അല്ലാഹുവിന് പുറമെ ചില ആളുകൾക്ക് മുന്നിൽ ആരാധനകളും പ്രാർത്ഥനകളും അങ്ങനെ ആരാധനകളുടെ വ്യത്യസ്തങ്ങളായ മേഖലകള് അവര് സമർപ്പിക്കാൻ തുടങ്ങുന്ന വദ്, സുവാ തുടങ്ങിയ ആളുകൾക്ക് മുന്നിൽ ആരാധനകൾ അർപ്പിക്കാൻ തയ്യാറായപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് പ്രവാചകനായി കടന്നു വരുന്നത്. ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും ജനതയെ ആദ്യമായി പഠിപ്പിച്ചത് വിശ്വാസപരമായ വ്യതിയാനങ്ങളെക്കുറിച്ചു തന്നെയായിരുന്നു.
ഏകനായ റബ്ബിലേക്ക് മടങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്. മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ഏത് ജനതയിലേക്കാണ് വരുന്നത്? അള്ളാഹുവിനെ അറിയാത്ത ഒരു ജനതയല്ല. അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനോട് ജീവിതത്തിന്റെ ആപൽഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന, തങ്ങളുടെ സ്വത്തിൽ നിന്ന്, കന്നുകാലികളിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിലേക്ക് നേർച്ചയാക്കുകയും ചെയ്തിരുന്ന ഒരു ജനതയിലേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരുന്നത്. ആ ജനതയോടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ഓ ജനതയെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാം എന്നായിരുന്നു. അവരുടെയും വിശ്വാസ മേഖലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശ്വാസപരമായി അവരെ നന്നാക്കിയെടുക്കുക എന്നത് തന്നെയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ആ ജനതയിൽ നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത്. പോരാ, ആദ്യ 13 വർഷം മക്കയിൽ അഖീദയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നത് എന്നതാണ്. അല്ലേ? അതാണ് ഒന്നാമത്തെ ഈ വിഷയം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ലോകത്ത് കടന്നു വന്ന അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള സർവ പ്രവാചകന്മാരും സമൂഹത്തിന്റെ വിശ്വാസ മേഖലയെ കുറിച്ചാണ് ആദ്യമായി അവരെ ബോധവാന്മാരാക്കിയിരുന്നത് എന്നതാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അഖീദ ഉൾക്കൊള്ളുന്നതാണ്. അല്ലേ? മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചത് വിശ്വാസം നന്നാക്കുക എന്നതു തന്നെയാണ്. നോക്കൂ, നിങ്ങള് സാധാരണ നമ്മൾ കേൾക്കുന്ന വചനമല്ലേ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ഇൻസിനെയും ജിന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതിനല്ലാതെ ഞാൻ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന മറ്റുള്ളതായ ഏത് കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അവന്റെ വിശ്വാസം ശരിയാവണം എന്നതാണ് അല്ലാഹു വെച്ച ഒരു കണ്ടീഷൻ. ഏറ്റവും പ്രധാനത്തോടുകൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അതാണ്. എന്തിനാണ് ഈ വിഷയം ഇങ്ങനെ നീണ്ട് പോകുന്ന ഒരു ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത് എന്ന് സ്വാഭാവികമായും തോന്നുന്നവരുണ്ടെങ്കിൽ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിക്കോ. നാം നിർവഹിക്കുന്ന ഏത് കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവേണ്ടതുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ അതിന്റെ 85-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമെന്ത് എന്നതിനെ സംബന്ധിച്ചാണ്.
പണ്ഡിതന്മാരായ ആളുകൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞതാണ് സൂചിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, വിശ്വാസപരമായ മേഖലയും കർമ്മപരമായ മേഖലയുമാണ് നമുക്ക് ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കാനുള്ളത്. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിലാവുക എന്നത് നമ്മുടെ സ്വർഗ പ്രവേശനത്തിനും നരകമോചനത്തിനും അനിവാര്യമായതാണ്. ആ കൂട്ടത്തിൽ വിശ്വാസപരമായ മേഖല, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപരമായ മേഖലയെക്കുറിച്ചുള്ള അറിവുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഫിഖ്ഹുൽ അക്ബർ എന്നാണ്. കർമ്മപരമായ മേഖലയെക്കുറിച്ച് പറഞ്ഞത് അൽ ഫിഖ്ഹുൽ അസ്ഗർ എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ ഒരാള് പഠിക്കൽ അനിവാര്യമായി തീരുന്ന ഒന്ന് ഈമാനുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ അഖീദ അത് കൃത്യമാവുക എന്നതാണ് സഹോദരങ്ങളെ ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ട വിഷയം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ പരിശോധന നടത്താറുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി സംബന്ധമായ മറ്റു മേഖലകൾ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ കഷ്ടതകളോ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്താറുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആഖിറം ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അവന്റെ വിശ്വാസം നന്നായി തീരുക എന്ന കാര്യത്തിനായിരിക്കണം. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ വ്യത്യസ്ത മേഖലകൾ, നമ്മുടെ ഈമാൻ കാര്യങ്ങൾ മദ്രസ തലത്തിലൊക്കെ നമ്മൾ പഠിച്ചു വന്ന 6 ഈമാൻ കാര്യങ്ങൾ, അത് വിശദമായ രൂപത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ് ഈ ഒരു വേദി നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പഠനം എന്തിനു വേണ്ടി എന്നതാണ് ഇതിന്റെ തുടക്കമെന്ന രൂപത്തിൽ ഇന്ന് സൂചിപ്പിക്കുന്നത്. ഒന്നാമത് പറഞ്ഞു, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു: ആളുകളുടെ അഖീദ, വിശ്വാസം നന്നാക്കുക എന്നതായിരുന്നു. രണ്ടാമത് പറഞ്ഞു, മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ വിശ്വാസം നന്നാക്കി ജീവിക്കണമെന്നതാണ്. അതാണ് ഞാൻ നേരത്തെ സൂറത്തു ദാരിയാത്തിന്റെ വചനം സൂചിപ്പിച്ചത്. മൂന്നാമതായി പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ അഖീദ ശരിയാവണം. ഇസ്ലാം എന്താണോ സമൂഹത്തെ പഠിപ്പിക്കുന്നത്, ആ വിശ്വാസത്തോടു കൂടി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ സൂറത്തു ആലു ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിൽ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമല്ലാത്തതിനെ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്ന പക്ഷം, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളല്ല, ഇസ്ലാമിന് അന്യമായ, ഇസ്ലാം എതിർക്കുന്ന, ഇസ്ലാമിന് പരിചയമില്ലാത്ത വിശ്വാസ മേഖല ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പറയാ, ഫലൻ യുഖ്ബല മിൻഹു,
അല്ലാഹു അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാളെ ആഖിറത്തില് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. സ്വർഗം നഷ്ടപ്പെടുന്നവൻ, നരകം ലഭിക്കുന്നവനായിരിക്കും. ഇനി വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ ഈ വിഷയം അല്ലാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയാ, നോക്കൂ നിങ്ങൾ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാവട്ടെ പെണ്ണാവട്ടെ, ആര് സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ അവൻ വിശ്വാസിയായിരിക്കണം. അല്ലാഹു പരിചയപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ഒരാളായിരിക്കണം അമലുകൾ ചെയ്യുന്ന ആണും പെണ്ണും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറഞ്ഞു, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ആര്? അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നവർ എന്നല്ല. അമലുസ്വാലിഹാത്തുകൾക്ക് മുന്നിൽ അല്ലാഹു പറഞ്ഞത് വിശ്വാസമാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അല്ലാഹു തുടക്കത്തിൽ പറയുന്നത് വിശ്വാസം ശരിയാവുക എന്നതാണ്. വിശ്വാസം ശരിയാവുക ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞതാണ്. വിശ്വാസം ശരിയാവാത്ത ഒരാളിൽ നിന്ന് ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മഹാഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം അവിടെയാണ്. സാധാരണ ഇവിടെ തന്നെ പല തവണ ഞാൻ പറഞ്ഞ വിഷയമാണ്. എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനുകളല്ല, എല്ലാ മുഅ്മിനുകളും മുസ്ലിമീങ്ങളാണ്. ഈമാനിനാണ് പ്രാധാന്യം. ഈമാനില്ലാതെ, അത് ശരിയാവാതെ ബാക്കി എന്ത് ശരിയായിട്ടും പ്രിയപ്പെട്ടവരെ കാര്യമില്ല. നമ്മുടെ വിശ്വാസം നന്നാവേണ്ടതുണ്ട് എന്നർത്ഥം അല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പറഞ്ഞത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. നോക്കൂ നിങ്ങൾ, ഇഹത്തിൽ തന്നെ അല്ലാഹു നല്ല ഒരു ജീവിതം ഒരാൾക്ക് നൽകാൻ ഇഹവും പരവും ആവശ്യമുള്ളവരാണല്ലോ നമ്മൾ, അല്ലേ? അല്ലാഹുവിനോട് നിരന്തരമായി ഞാനും നിങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടം എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ധാരാളമായി ഓരോ ദിവസവും നടത്തിയ പ്രാർത്ഥനയാണ് എന്ന് ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ച് ഈ പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കുന്നവരല്ലേ നമ്മള്? ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നവരാണ് നമ്മൾ. ഇഹത്തിലും പരത്തിലും ഖൈർ ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരല്ലേ? അല്ലാഹു പറയാ, സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വഹുവ മുഅ്മിൻ, മുഅ്മിനായിട്ടാവണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഈമാനുമായി ബന്ധപ്പെട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയും ഗൗരവത്തോടുകൂടി പറഞ്ഞത്. വലനജ്സിയന്നഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആഖിറത്തിലും അവർക്ക് അർഹമായ പ്രതിഫലം നൽകണമെങ്കിൽ അല്ലാഹു സൽക്കർമ്മങ്ങളുടെ കൂടെ ഈമാനിനെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈമാൻ ശരിയാവാതെ ഒരാളുടെ സൽക്കർമ്മം എത്ര അധികരിപ്പിച്ചിട്ടും കാര്യമില്ല എന്നതാണ്. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുമ്പോൾ നാലാമത്തെ ഒന്നായി മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ,
മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് വിശ്വാസം ശരിയായാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലേ? ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും കിട്ടാത്തതുമായ ഒന്ന് സമാധാനമാണ്. സമാധാനമാണ്. ആ സമാധാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ടെൻഷനുകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുന്നവർ അവര് വഴിപിഴച്ചവരാണ്. എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം നന്നായാൽ അവൻ അറിയും, ഇത് ഇന്നലെയോ ഇന്നോ രേഖപ്പെടുത്തപ്പെട്ടതല്ല, മറിച്ച് എന്റെ റബ്ബ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം ഒരു മനുഷ്യനിൽ ശരിയായ രൂപത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും ഖൈറാക്കി മാറ്റാൻ അവന് സാധിക്കുമെന്നതാണ്. അല്ലേ? അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്? അജബൽ അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന്. വിശ്വാസം നന്നായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം അത്ഭുതമാണ്. കാരണം അവന്റെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ കടന്നു വന്നാലും, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി എന്ത് പ്രയാസങ്ങൾ അവനെ ബാധിച്ചാലും അതവന് ക്ഷമയോടെ അതിനെ തരണം ചെയ്യും, അതിനെ നേരിടും, അതിനെ സമീപിക്കുന്നു. അത് അവന് ഖൈറാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി എന്തെങ്കിലും ഒരു ഖൈർ ജീവിതത്തിന് വന്നാൽ ശക്കറ, അവൻ ശുക്ർ ചെയ്യുന്നു, അതും അവന് ഖൈറാണ്. അല്ലേ? എന്ത് പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ അവൻ തയ്യാറാകുന്നു. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ടവരെ, ആളിപ്പടരുന്ന തീനാളങ്ങൾക്ക് മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചത് എന്തുകൊണ്ടാ? ആളിപ്പടരുന്ന തീനാളങ്ങൾക്ക് മുന്നിൽ, ആ തീനാളങ്ങൾക്ക് മുകളിലൂടെ പറന്നുപോയ പറവകൾ പോലും കത്തിക്കരിഞ്ഞ നിലത്ത് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ തീനാളങ്ങൾക്കരികിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമയത്തും പുഞ്ചിരിച്ചതിന്റെ പിന്നിലെന്തേ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, അല്ലാഹുവിലുള്ള വിശ്വാസമായിരുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ പതറിപ്പോകുന്നത് പലപ്പോഴും ഈ റബ്ബിലുള്ള വിശ്വാസം ശരിയാവാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലേ? സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഒരു നിഴൽ വരുമ്പോഴേക്ക് നമ്മൾ തളരുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്ന ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, അത് ശരിയാകുമ്പോഴാണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം അത് ശരിയായാൽ സഹോദരങ്ങളെ, ഇരു ലോകത്തും ഉന്നതമായ വിജയം, സഹായം ഇതിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ്. നമ്മുടെ വിശ്വാസം ശരിയായാൽ, അല്ലാഹ് പറഞ്ഞ, നമ്മളെ സമാധാനിപ്പിച്ച ഒരു വല്ലാത്ത വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്താണ്? 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിന്റെ 139-ാമത്തെ വചനമാണ്. അല്ലാഹ് പറയാ, വലാ തഹിനു വലാ തഹ്സനൂ, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. وأنتم الأعلون إن كنتم مؤمنين,
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. സഹോദരങ്ങളെ, ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം, അവനിൽ നിന്നുള്ള വിജയം, അത് വിശ്വാസം നന്നാക്കി ആ യഥാർത്ഥ വിശ്വാസത്തിന്റെ തണലിൽ അമലുകൾ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമാ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റബ്ബിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഇരുലോകത്തും സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നായി തീരേണ്ടതുണ്ട്. അതാണ് സഹോദരങ്ങളെ അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം നന്നായാൽ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച്, ഈ വിശ്വാസം അത് ശരിയാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആറാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം നന്നാക്കി കഴിഞ്ഞാൽ പിഴച്ച വിശ്വാസങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരുടെയും പിഴച്ച വിശ്വാസങ്ങൾ കാരണം നടമാടിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എത്രയാ. നമ്മൾ കണ്ടില്ലേ, ഉള്ള സ്വർണം ഇരട്ടിയാക്കി കിട്ടാൻ വേണ്ടി ഒരാൾ തയ്യാറായതും അതിനുവേണ്ടി അയാൾ ചെയ്ത പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമായി ആ മനുഷ്യന് സംഭവിച്ച ദുരന്തമെന്താണ് പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ നടമാടിയ പിഴച്ച വിശ്വാസങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന ദുരിതങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടില്ലേ, അധികമൊന്നും പഴക്കമില്ലാത്തതാണ്, മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് മുന്നിൽ വെച്ച് ഭാര്യയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മക്കളും കാത്തിരുന്നില്ലേ? ആരോ പറഞ്ഞു കൊടുത്തതാണത്രേ, ഇത്ര മാസം കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയ പിതാവ് ഭർത്താവ് തിരിച്ചു വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു ശൈഖ് പറഞ്ഞതിന്റെ പേരിൽ ആ മാതാവും മക്കളും പ്രിയപ്പെട്ടവരെ അടച്ചിട്ട റൂമിൽ കാത്തിരുന്നില്ലേ? ഇത് വിശ്വാസം നന്നാവാത്തതിന്റെ പ്രശ്നമാണ്. പിഴച്ച വിശ്വാസങ്ങളുടെ ഭാഗമായി സംഭവിച്ച ദുരന്തമാണല്ലോ. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, നമ്മുടെ വിശ്വാസം നന്നായി കഴിഞ്ഞാൽ ഇത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന്, അതിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന്. ഏഴാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അഖീദ നന്നായാൽ, നമ്മുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ വിധേയത്വം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതായത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഏത് പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരുത്തനെ പോലും പേടിക്കേണ്ടി വരികയില്ല. മഹലിന്റെ ബഹിഷ്കരണങ്ങൾ പേടിക്കേണ്ടി വരില്ല. തന്റെ കുടുംബക്കാർക്ക് ഇഷ്ടമാകുമോ എന്ന് നോക്കേണ്ട ഒരവസ്ഥ വരികയില്ല. വിശ്വാസം നന്നായാൽ ഭാര്യക്ക് ഭർത്താവിന്റെ അതേ മൂപ്പർക്ക് ഇഷ്ടമാണോ എന്ന് നോക്കേണ്ടി വരികയില്ല. എന്റെ ഭാര്യക്കതൊന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ദീനിനെ നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു ഗതികേട് ഒരുത്തനും വരികയില്ല. അതൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസം നന്നാവാത്തതിന്റെ കാരണം കൊണ്ട് തന്നെയാ. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു മാഇദയിലെ 54-ാമത്തെ വചനത്തില് അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ഓ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും തന്നെ തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ കൊണ്ടുവരുന്നതാണ്. ആ കൊണ്ടുവരുന്ന ജനതയുടെ പ്രത്യേകതയാകണം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. ആരെയാ റബ്ബ് കൊണ്ടുവരുന്നത്? അവിടെ പ്രത്യേകതകൾ പറയുന്നിടത്ത് അല്ലാഹ് പറയുകയാണ്, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അല്ലാഹുവേ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാഹ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ളവരുമാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അവർ വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരാണ്, സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും തയ്യാറാവാത്തവരാണ്. മറ്റുള്ള മതങ്ങള് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. അതിലേക്കെല്ലാം കൂടി കലർന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്ത് കളഞ്ഞു കുളിക്കുന്നവരല്ല. അതോടൊപ്പം തന്നെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, യുജാഹിദൂന ഫീ സബീലില്ലാഹ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാന്റെ മാർഗത്തിലേക്ക് സമരം ചെയ്യുന്നവരാണ്, ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരാണ്. പിന്നെ അല്ലാഹ് പറയാണ്, വലാ യഖാഫൂന ലൗമത്ത ലായിം. അതാണ് സഹോദരങ്ങളെ, ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവര് ഭയപ്പെടുന്നില്ല, അവർക്കൊരു പേടിയില്ല. വിശ്വാസം നന്നായി കഴിഞ്ഞാൽ ആളുകൾക്കനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അവർ തയ്യാറാവൂല. ആ വിശ്വാസത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട പ്രവർത്തനം ചെയ്യാൻ അവർ ഒരുത്തനെയും പേടിക്കുന്നില്ല, ഒരുത്തന്റെ പെർമിഷനും കാത്തു നിൽക്കുന്നില്ല. ഭൗതിക ലോകത്ത് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എന്ത് പ്രതിസന്ധികളെയും അവര് പരിഗണിക്കുന്നില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ വിശ്വാസം നന്നാക്കിയതിന്റെ കാരണത്താലല്ലേ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒരുപാട് സഹിക്കേണ്ടി വന്നത്. ആർക്ക് മുന്നിലും ആദർശം പണയപ്പെടുത്താൻ അവര് തയ്യാറല്ല. കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നില്ലേ? പീഡനങ്ങളും കൊലപാതകങ്ങളും എത്രയെത്രയാ നടന്നത്. തൊട്ടു മുന്നിലുള്ള സ്വഹാബിയെ ക്രൂരമായി കൊല്ലുമ്പോ അടുത്തത് ഞാനാണെന്ന് അറിഞ്ഞു നിൽക്കുന്ന സ്വഹാബത്ത് പോലും വിശ്വാസത്തിന് നിരക്കാത്ത ഒരു വാക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാകുന്നില്ല. വിശ്വാസം നന്നായി കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനത്തിലേക്ക് പോകൂല എന്നുള്ളതാണ്. അതാണ് ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിൽ ഏഴാമതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എട്ടാമതായി എന്നെ കേൾക്കുന്നവരോട് ഉണർത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒന്നെന്താന്ന് വെച്ചാല് അവ്വലു വാജിബും ആഖിറു വാജിബും ഇതാണ്. നമ്മുടെ വിശ്വാസമാണ് അല്ലേ? ഇസ്ലാമിലേക്ക് ഒരാള് വരുന്നത് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഒരു കലിമ ചൊല്ലിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നത്. ഇനി ലോകത്തുനിന്ന് ഒരാൾ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, മൻ കാന ആഖിറു കലാമി, ആരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നുവോ അവൻ സ്വർഗത്തിലാണ് എന്ന് അല്ലേ? അപ്പൊ ആ ദുനിയാവിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ചൊല്ലുന്ന ഒന്നാമത്തതും ഈ ദുനിയാവിൽ നിന്ന് ഒരാൾ പോകുന്ന സമയത്ത് പറയേണ്ടതുമായ വാക്ക് അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നതാണ്. അപ്പൊ ഈ നിലക്കുള്ള ഇതിന്റെ പ്രാധാന്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ വിഷയം നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നത്. ഈ പറയപ്പെട്ട കാരണങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്ന സമയത്ത്
ഈ തരത്തിലായിരിക്കണം എൻ്റെ ജീവിതം എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന ഒന്നാണ്, അല്ലേ? നമുക്ക് പലപ്പോഴും ഉള്ള പരാതിയും ഇത് തന്നെയാണ്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അതങ്ങോട്ട് എന്താണെന്നറിയില്ല, ചെയ്യാനും അതുപോലെ ജീവിക്കാനും എനിക്ക് സാധിക്കുന്നില്ല, പലപ്പോഴും കഴിയുന്നില്ല. അതാണ് ഇതിൻ്റെ എല്ലാം കാരണം. നമ്മുടെ വിശ്വാസം നന്നാവാത്തതു തന്നെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പഠിക്കേണ്ടത് യഥാർത്ഥ വിശ്വാസമാണ്, അല്ലേ? എന്താണ് നമ്മൾ പഠിക്കുന്ന കിതാബിന്റെ ആ റിസാലത്തിന്റെ പേര് തന്നെ, റിസാലയുടെ പേര് തന്നെ പ്രിയപ്പെട്ടവരെ, അൽ അഖീദത്തു സ്വഹീഹ, സ്വഹീഹായ വിശ്വാസം, ശരിയായ വിശ്വാസം. വിശ്വാസങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. റബ്ബിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, മലായികത്തിനെ കുറിച്ച്, അല്ലെ, ആഖിറത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച്. ജനങ്ങൾക്കിടയിൽ പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അതിൽ നിന്ന് നാം പഠിക്കേണ്ടത് ശരിയായ വിശ്വാസമാണ്, ശരിയായ വിശ്വാസമാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ശരിയായ വിശ്വാസം നമ്മൾ പഠിക്കുക? ശരിയായ വിശ്വാസത്തിന്റെ മാനദണ്ഡം എന്താ? പലപ്പോഴും പലരും നോക്കിക്കാണുന്നത് നാട്ടിലുള്ള മഹാഭൂരിപക്ഷം ആളുകളുടെ വിശ്വാസം എന്ത് എന്നതാണ്, അല്ലേ? ഭൂരിപക്ഷം എന്താണ് ചെയ്യുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഭൂരിപക്ഷത്തെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. ഖുർആന് പരിശോധിച്ചാൽ ഭൂരിപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് പലപ്പോഴും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ആളുകൾ അങ്ങനെയാ നോക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾ എന്താണ് പറയുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോഴേക്ക് അത് നിങ്ങൾ ശരിയാവോ? ഇവിടെ ഇപ്പൊ എത്ര ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഭൂരിപക്ഷത്തെ പടച്ച റബ്ബ് എപ്പോഴും ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരിൽ അധികം ആളുകളും, ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കാത്തവരാണ്. ഭൂരിഭാഗം ആളുകളും വിശ്വാസം ശരിയാവാത്തവരാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, എന്നാൽ ജനങ്ങളിൽ അധികം ആളുകളും നന്ദി കാണിക്കാത്തവരാണ്. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അധികം ആളുകളും ഫാസിഖീങ്ങളാണ്. എന്താ ഫാസിഖീങ്ങള്? ഫസഖ എന്നൊക്കെ പറഞ്ഞ നന്മയിൽ നിന്ന് തെറിച്ചുപോയി എന്നതാ. വിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹ് പറഞ്ഞു, വഅക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികം ആളുകളും ചിന്തിക്കാത്തവരാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധികം ആളുകളും അറിയാത്തവരാണ്. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, അധികം ആളുകളും അറിവില്ലാത്തവരാണ്. എന്നിങ്ങനെ മഹാഭൂരിപക്ഷത്തെ അല്ലാഹു ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം പഠിക്കേണ്ടത് ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നോ എന്ന് നോക്കിക്കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു കൃത്യമായ മാർഗം അതിന് കാണിച്ചു വന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ലോകത്തോട് വിട പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, വെളുത്ത സുന്ദരമായ ഒരു മാർഗത്തിലാണ് ജനങ്ങളെ നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ഇതിന്റെ രാവ് പോലും പകല് പോലെ പ്രശോഭിതമാണ്.
ദീനിൽ നമുക്ക് അവ്യക്തതകളില്ല, സംശയങ്ങളില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി ഏത് വിഷയങ്ങളിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താവണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സഹോദരങ്ങളെ നമ്മളും സ്വീകരിക്കേണ്ട നിലപാട്. ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്ത് 73 സംഘങ്ങളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. വ്യത്യസ്തങ്ങളായ കക്ഷികളായി ഈ ഉമ്മത്ത് ഭിന്നിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദാ, സ്വർഗത്തിലേക്ക് ഒരു സംഘം ആളുകൾ മാത്രമാണ് എത്തുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇവിടെയും നോക്കൂ നിങ്ങൾ, മഹാഭൂരിപക്ഷം എവിടെയാ? നരകത്തിലാണ്. നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആരാണ് ഒരു വിഭാഗമെന്ന് റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് മനിൽ ഫിർഖത്തുൻ നാജിയാ, ആ രക്ഷപ്പെടുന്ന സംഘമാരാണ് പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂല് ഈ പിളർപ്പിനെ കുറിച്ച് പറഞ്ഞത് വഹയിന്റെ വെളിച്ചത്തിലല്ലേ? സ്വർഗത്തിലേക്ക് പോകുന്ന ആ സംഘമേതാ എന്നും അല്ലാഹുവിന്റെ റസൂല് വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞില്ലേ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്കു പിന്നാലെ ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരെ ആര് ഉപയോഗപ്പെടുത്തുന്നുവോ ചെലവഴിക്കുന്നുവോ അവരാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിൽ നിന്ന് പിൽക്കാലത്ത് പ്രവേശനം ലഭിക്കുന്നവരെന്ന് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് സ്വഹാബത്തിന്റെ വിശ്വാസത്തെ ആര് സ്വീകരിക്കുന്നുവോ അവരാണ് അല്ലാഹുവിന്റെ ആ റസൂല് പറഞ്ഞ ഒരു വിഭാഗം ആളുകളെന്ന് പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശ്വാസം, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നൊക്കെ പറയുന്നത്, അല്ലെ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി എന്നൊക്കെ പറഞ്ഞ അവരാണ്. പണ്ഡിതന്മാരായ ആളുകള് ഈ അഖീദ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ അൽ അഖീദത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നിങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാർ രചിച്ച കിതാബുകൾ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ശരിയായ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു. ആ ശരിയായ വിശ്വാസം പഠിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, മലായികത്തിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് ആ സ്വഹാബത്ത്, കാരണം അവരാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. വിശ്വാസത്തിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രമാണബദ്ധമായ നിലക്കുള്ള കാര്യങ്ങളാണ്. പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമായ ആ ഖുർആനും സുന്നത്തും കൃത്യമായി നേർക്കുനേരെ കേൾക്കാൻ, അറിയാൻ, പഠിക്കാൻ, പ്രവാചക ജീവിതത്തിലൂടെ കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ വിശ്വാസം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഉത്തമരായ ആളുകള് എന്റെ തലമുറയാണ്, പിന്നീട് അവർക്കു ശേഷം വരുന്നവർ, പിന്നീട് അവർക്കു ശേഷം വരുന്നവര്. വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട് ജനങ്ങളിൽ ഉത്തമരായ ആളുകള് സ്വഹാബത്താണ്. പ്രിയപ്പെട്ടവരെ, താബിഉകളാണ്, തബഉ താബിഈങ്ങളാണ്. ആ തലമുറയാണ് ഏത് കാര്യത്തിലും നമുക്ക് മാതൃക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 137-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി,
നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ ഫഖദ് ഇഹ്തദൗ, തീർച്ചയായും അവര് നേർമാർഗത്തിലായി കഴിഞ്ഞു. സ്വഹാബത്തിന്റെ വിശ്വാസം ആര് സ്വീകരിക്കുന്നുവോ അവരാണ് ഹിദായത്തിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സ്വഹാബത്തിന്റെ വിശ്വാസം സ്വീകരിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. ഹിദായത്തിന്റെ വഴിയിലെത്തണമെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു കാണിച്ചു തന്ന നേർമാർഗത്തിലൂടെ ജീവിച്ചു മരിച്ചു പോയാലല്ലേ നമുക്ക് നാളെ സ്വർഗം ലഭിക്കുന്നത്. ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിശ്വാസം നന്നാകുമ്പോഴല്ലേ മലക്കുൽ മൗത്തിനെ പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി കാണാൻ സാധിക്കുന്നത്. സൂര്യപ്രകാശത്തെ വെല്ലുന്ന ശോഭയോടെ കടന്നു വരുന്ന മലക്കുൽ മൗത്തിനെ കണ്ട് ലോകത്തോട് വിട പറയണമെന്നല്ലേ നമ്മളെല്ലാവരും കൊതിക്കുന്നത്. സ്വർഗത്തിലെ കപ്പം പുടവയുമായി, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുമായി കടന്നു വരുന്ന മലായികത്തിനെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുന്നത്. ആ മലായികത്തെ കടന്നു വന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷത്തിന്റെ വർത്തമാനം കാതുകളിൽ പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മള് വിശ്വാസം നന്നാവേണ്ടതുണ്ട്. കാരണം സ്വഹാബത്തിന്റെ വിശ്വാസത്തെ സ്വീകരിച്ചാൽ മാത്രമേ മലായികത്ത് വന്ന് അതാ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് മടങ്ങിക്കോ എന്ന ആ വാക്ക് പറഞ്ഞ് റൂഹ് പിടിക്കുകയുള്ളൂ. കാരണം സ്വഹാബത്ത് ആരാ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാന്റെ തൃപ്തി ലഭിച്ചവരല്ലേ. അതിന്റെ കാരണം എന്താണ്? അള്ളാനെ തൃപ്തിപ്പെട്ടവരല്ലേ. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത്, ഈ റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസത്തെ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചോ ആ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസമാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത്. അതാണ് ഹിദായത്തിന്റെ വഴി. അതല്ലാത്ത മാർഗം അത് ളലാലത്താണ് പ്രിയപ്പെട്ടവരെ, അത് നരകത്തിന്റെ വഴിയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലേ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ തന്നെ സ്വഹാബത്ത്, ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞത്, വിശ്വാസികളെന്ന് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തിയത് സ്വഹാബത്തിനെയാണ്. സ്വഹാബത്തിനെ കുറിച്ചല്ലേ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഒറിജിനൽ വിശ്വാസികള്, വിശ്വാസമുള്ളവര് സ്വഹാബത്താണ് എന്നുള്ള പറഞ്ഞില്ലേ. ആ സ്വഹാബത്തിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മാർഗത്തെ ആര് അവഗണിക്കുന്നുവോ അവൻ തിരിഞ്ഞിടത്തേക്ക് അവനെ ഞാൻ തിരിച്ചുവിടും. അതുകൊണ്ട് വിശ്വാസ മേഖലയിൽ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും എന്താണ് നമ്മെ പഠിപ്പിച്ചത്? അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെ? അത് കൃത്യമായി അവരിൽ നിന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ. ആ വിശ്വാസമല്ലാത്ത വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ, അതല്ലാത്ത വിശ്വാസം ആരാ ഇവിടെ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായും തോന്നിയേക്കാം. ഇവിടെ നമുക്കറിയാമല്ലോ, പലതരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളില്ലേ, പലതരത്തിലുള്ള വിശ്വാസമുള്ളവരില്ലേ മുസ്ലിം സമുദായത്തില്. റബ്ബിന്റെ വിഷയത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നിർവഹിക്കുന്ന കാര്യത്തില്, നേർച്ച വഴിപാടുകൾ നിർവഹിക്കുന്ന കാര്യത്തില്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മക്കയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന മുശ്രിക്കുകള് വിശ്വാസം എന്തായിരുന്നു? ഇടയാളന്മാരെ വെച്ചതല്ലേ
റബ്ബിലേക്കുള്ള ആരാധനകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചവരായിരുന്നു അവര്, അല്ലേ? അതല്ലല്ലോ സ്വഹാബത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനെതിരെ പഠിപ്പിച്ചതല്ലേ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങള്. ആ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾക്ക് തൗഹീദിന്റെ കുപ്പായമണിഞ്ഞ് സമൂഹത്തിലേക്ക് പലരും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണമെങ്കിൽ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് പ്രമാണബദ്ധമായി അറിയാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പോക്ക് ഇങ്ങനെ പോകും, അതിലപ്പുറപ്പം എനിക്കൊന്നും പഠിക്കേണ്ടതില്ല, എന്തപ്പ കുറെ കേട്ടിട്ട് ഇങ്ങനെ കുറെ അവിടുന്ന് പറയുന്നു ഇവിടുന്ന് പറയണു, കുറെ ആൾക്കാർ എല്ലാവരും ഇപ്പൊ ആയത്തന്നെ ഓതുന്നേ, ഹദീസ് തന്നെ പറയണത്, എന്താ അപ്പൊ അതിൽ ഇത്ര വ്യത്യാസമുള്ളത് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്. നമുക്ക് സത്യത്തിന്റെ മാർഗത്തിന്റെ ആ മാർഗത്തെ കണ്ടെത്താൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നവരാ നമ്മള്. ഇതറിയാനും പഠിക്കാനുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ റബ്ബ് തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നമ, നരകത്തിന്റെ വാതിലിന്റെ അരികിൽ കവാടത്തിങ്കൽ നിൽക്കുന്ന ഒരു കൂട്ടം ദാഇമാര്, അതെ, ഒരു കൂട്ടം പ്രബോധകന്മാർ, മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, ആര് അവർക്ക് ഉത്തരം നൽകുന്നുവോ അവരെ നരകത്തിൽ വീഴുന്നതാണ്. ആര് അവർക്ക് ഉത്തരം നൽകുന്നുവോ, അഥവാ ചില പണ്ഡിതന്മാരെന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകള് പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായി ആര് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർ നരകത്തിൽ വീഴുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീത്ത് പറയുമ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖാല, അള്ളാഹുവിന്റെ റസൂൽ, ഖുൽതു, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവരെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തന്നാലും വിശദീകരിച്ചു വന്നാലും ആരാണവർ? പ്രിയപ്പെട്ടവരെ, പിന്നീട് പറയുന്ന വാക്കുകള് അള്ളാന്റെ റസൂല് പറയാ, അവര് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വയതകല്ലമൂന ബിഅൽസിനതിനാ, നാം പ്രമാണമായി പറയുന്ന ഖുർആനോദി സുന്നത്ത് പറഞ്ഞ് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആര് പറയുന്നതും എല്ലാം ദീനാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ നാളെ ആഖിറത്തിൽ കടന്ന് വിലപിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകള് ആ നരകത്തിൽ അവർക്ക് വിധിക്കപ്പെട്ട ശിക്ഷ ലഭിച്ച് ആ നരകത്തിൽ അവര് കഴിഞ്ഞുകൂടുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് അവര് പറയുന്ന വാക്കുകള് എന്താണെന്നറിയുമോ? ആ സമയത്ത് അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകനെ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവര് വിലപിക്കുന്ന രംഗം അല്ലാഹു ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ പഠിപ്പിക്കുകയാണ്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്അനാല്ലാഹ വഅത്അന റസൂല. നരകത്തിൽ മുഖങ്ങൾ കീഴ്മേല് മറിഞ്ഞ് മുഖങ്ങൾ നരകത്തിൽ കീഴ്മേല് മറിക്കപ്പെടുന്ന ആ ദിവസം നരകത്തിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ലഭിച്ച് ആസ്വദിച്ച് കഴിയുന്ന സമയത്ത് അവര് പറയാ, യാ ലൈതനാ അത്അനാല്ലാഹ വഅത്അന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നീട് അവര് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയുമോ? വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വഖുബറാഅനാ ഫഅദല്ലൂന സബീല. അല്ലാഹുവേ, ഞങ്ങളെ നേതാക്കന്മാരെ, സാദാത്യങ്ങളെ
അന്ധമായി പിന്തുടർന്നു പോയി റബ്ബേ. അവര് പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയല്ലാ. അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പൊയ്ക്കൊള്ളാം എന്നൊക്കെ ഞങ്ങൾ വാശിയിൽ പറഞ്ഞിരുന്നു അല്ലാ. അനുസരിച്ചില്ല റബ്ബേ. ഖുർആന് പഠിക്കാനും അറിയാനും, പ്രവാചകന്റെ ചരിത്രങ്ങൾ അറിയാനും പഠിക്കാനും, സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ച്, അവരുടെ ജീവിത രീതിയെ കുറിച്ച് അറിയാനും പഠിക്കാനും ഞങ്ങൾ തയ്യാറായില്ല റബ്ബേ. ഖുർആനിൽ നിന്ന് മാറി, ഹദീസിൽ നിന്ന് മാറി, മറ്റു പലതിന്റെ പിന്നാലെ, ഏടുകൾക്ക് പിന്നാലെ, മാലകൾക്ക് പിന്നാലെ ഞങ്ങളെ കൊണ്ടുപോയി റബ്ബേ. ഫഅളല്ലൂന സബീല, ഞങ്ങളെ പഴപ്പിച്ചതവരാണ് റബ്ബേ. ശേഷം പറയാണ് റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. പടച്ച റബ്ബേ, അവർക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ എന്ന് സാദാത്യങ്ങളെ കുറിച്ച് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു ഗതികേട് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ശരിക്ക് പ്രമാണബദ്ധമായി ദീന് അറിയാനും പഠിക്കാനും തയ്യാറായില്ലെങ്കിൽ അത്തരമൊരു ദുരന്തം വരാതിരിക്കാനാണ് സഹോദരങ്ങളെ ഇത്ര രൂപത്തിലുള്ള ഒരു വേദി ഇവിടെ ഒരുക്കപ്പെടുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ പ്രാധാന്യം, അത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഏതാനും ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി ഖുർആന് മുന്നിൽ വെച്ചുകൊണ്ട്, ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട്, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേദി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. മാസത്തിൽ ഒരു ക്ലാസ് ആണ്, എല്ലാ ആഴ്ചയിലും ഇല്ല, മാസത്തിൽ ഒരു ക്ലാസ്. സഹോദരങ്ങളെ, ഇതിലേക്ക് കൃത്യമായി മുടങ്ങാതെ കുടുംബസമേതം മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്ന് കാര്യങ്ങൾ കൃത്യമായി അറിയാനും പഠിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഏത് സമയത്തും വെള്ള പുതച്ച് വീടിന്റെ ഉമ്മറപ്പടിയിൽ ഞാനും നിങ്ങളും കിടന്നേക്കാം. മുഖത്ത് ഒരു വെള്ള തുണി മാത്രം പുതച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും അവസാനമായി മുഖം മാത്രമൊന്ന് കാണാൻ വേണ്ടി ആ മുഖം തുറന്നു വെച്ചൊന്ന് കിടന്നു കൊടുക്കുന്ന സമയമുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയില്, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആളുകള് ആഖിറത്തിലേക്കുള്ള ബർസഖി ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഇണകള്, നമ്മുടെ കൂടപ്പിറപ്പുകള്, നമ്മുടെ സഹോദരങ്ങള്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇതേപോലെ സഹോദരങ്ങളെ, ഉമ്മമാരെ, ഞാനും നിങ്ങളും പോയി കിടക്കാനുള്ളതാണ് ബർസഖി ലോകമെന്ന് പറയുന്നത്. വിശ്വാസപരമായ മേഖലയിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ആ ബർസഖി ലോകത്തേക്ക് നമ്മൾ യാത്രയാകുന്നത് എങ്കിൽ മൻ റബ്ബുക എന്ന ചോദ്യമാണ് മുൻകർ നകീർ വന്ന് ഒന്നാമതായി ചോദിക്കുന്നത്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? റബ്ബിലുള്ള വിശ്വാസം നന്നായില്ലെങ്കിൽ, ശരിയായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. പറയാൻ ചെറിയ വാക്കാണ്, വളരെ ചെറിയ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു വാക്ക്. അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി എന്ന് പറയാനേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലാ എന്ന് എത്ര തവണ പറയുന്നവരാണ്? ആ ബർസഖി ലോകത്ത് ഒരൊറ്റ തവണ പറയാൻ നമുക്ക് സാധിച്ചാൽ രക്ഷപ്പെടുമെങ്കിലും റബ്ബ് പഠിപ്പിച്ച വിശ്വാസത്തിന് നിരക്കാത്ത വിശ്വാസങ്ങൾ പേറി മരണപ്പെട്ടു പോയവരാണ് നമ്മളെങ്കിൽ കഴിയില്ല നമുക്ക് ബർസഖി ലോകത്ത് അതരങ്ങൾ കൊണ്ട് പറയാൻ സാധ്യമല്ല. എന്ന ഒരു മുഴക്കം, എന്ന ഒരു അട്ടഹാസം മാത്രമായിരിക്കും എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരുന്നതോടുകൂടി ജീവിതത്തിന്റെ പരാജയത്തിന്റെ ആ കയ്പുനീരും ഇനി ഒരിക്കലും തിരിച്ച് വിജയത്തിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള ആ പരാജയം അവിടെ തുടങ്ങുകയായി. പ്രിയപ്പെട്ടവരെ, മലായികത്തിന്റെ മർദ്ദനങ്ങള്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
പറഞ്ഞില്ലേ, ഒന്നാമത്തെ വീടാണ് ഖബർ. ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കി എളുപ്പമാണ്, ഇവിടെ കുടുങ്ങിയോ വലിയ പ്രയാസമാണ് വരാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബർസഖി ലോകത്തേക്ക് ഏതു സമയത്തും നമ്മൾ യാത്രയാവാം. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം ഒന്ന് താഴോട്ട് വരാതെ തങ്ങി നിന്നാൽ തീർന്നുപോയി, പിന്നെ ബർസഖി ലോകമാണ്. അതുകൊണ്ട് ഏത് സമയത്തും അവസാനിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ജീവിതമെങ്കിലും ഈ ജീവിതത്തിന്റെ ആ ഒരു അവസാന സെക്കൻഡിലേക്കെത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീരുമാനമെടുത്ത് എന്റെ വിശ്വാസ മേഖല നന്നാക്കേണ്ടതുണ്ട്. എനിക്ക് ഏതു സമയത്തും എന്റെ റബ്ബിനെ ഭയന്ന്, രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലാണെങ്കിലും 4 ചുമരുകൾക്കുള്ളിലാണെങ്കിലും എന്റെ റബ്ബിലുള്ള വിശ്വാസത്താൽ സർവ്വതിന്മകളിൽ നിന്നും മാറി നിന്ന്, എന്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലും, എന്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, എന്റെ മക്കളറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന ആ റബ്ബിലുള്ള വിശ്വാസം നന്നാക്കി മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അത്തരത്തിൽ എല്ലാ സമയത്തും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ, അതേ ഉസൂലുദ്ദീൻ പ്രിയപ്പെട്ടവരെ, അഖീദ എന്നുള്ളതിന് പണ്ഡിതന്മാര് പഠിപ്പിച്ച മറ്റൊരു പദമാണത്. അതേ, ഇത് യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും ദീനിന്റെ ഭാഗങ്ങൾ, ദീനിന്റെ ആ നിയമങ്ങളിൽ കൃത്യമായി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെയും തളച്ചിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമാവണമെങ്കിൽ വിശ്വാസം നന്നാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും സാധിക്കാതെ പോകുന്നതും. ഈ വിശ്വാസത്തിന്റെ ചില മേഖലകളിലുള്ള പോരായ്മകൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അത് നികത്തി മുന്നോട്ട് പോയി നമുക്ക് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി തന്നെ മരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായി ഇത്തരത്തിലുള്ള പഠന ക്ലാസുകളിൽ നിരന്തരമായി പങ്കാളികളാവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ഇരുത്തം സ്വാലിഹായ ഒരു അമലായി ഞങ്ങൾ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.